വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 25 43-44 സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവും. സ്വേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ? അവൻ്റെ കാര്യം നോക്കുവാൻ നിനക്കാകുമോ? നീ വിചാരിക്കുന്നുണ്ടോ അവരിലധികം പേരും നല്ല കാര്യങ്ങൾ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമെന്ന്? അവർ നാൽക്കാലികളെപ്പോലെയാണ് എന്ന് മാത്രമല്ല, അവയേക്കാൾ വഴിപിഴച്ചവരാണ്. സ്വന്തം ഇച്ഛകൾക്കും അഭീഷ്ടങ്ങൾക്കും ആസക്തികൾക്കും അടിപ്പെട്ട് ജീവിക്കുന്നവരെക്കുറിച്ചാണ് ഈ സൂക്തങ്ങളുടെ പരാമർശം. തന്നെ ശാസിക്കാനും തന്നോട് കൽപ്പിക്കുവാനും നിർദ്ദേശിക്കുവാനും ഒരു ദൈവമോ പ്രവാചകനോ ഒന്നും യാതൊരു അവകാശവുമില്ല. തൻ്റെ ശരീരത്തിനും മനസ്സിനും ഉടമസ്ഥൻ താൻ മാത്രമാണ്. ഒരു ദൈവത്തിനും അതിൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുന്നവരെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നത്. അവൻ സ്വന്തം ഇച്ഛയെ, സ്വന്തം ആഗ്രഹാഭിലാഷങ്ങളെ ദൈവമാക്കി ജീവിക്കുന്നവനാണ്. സ്വന്തം ആസക്തികൾക്ക് അടിപ്പെട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ദുർബോധനം നടത്തുന്നത് പിശാചാണ്. ആ പിശാചിനെയാണ് അവൻ ഇവിടെ ദൈവമായി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ പാടില്ല. അതുപോലെ പരലോകത്ത് നടക്കുന്ന വിചാരണ വേളയിൽ സ്വേച്ഛകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് ദൈവം പറയും, ഹേ മനുഷ്യ മക്കളെ, നിങ്ങൾ പിശാചിനടിപ്പെട്ട് അവൻ്റെ ആജ്ഞകൾക്കനുസൃതമായി ജീവിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ കരാർ ചെയ്തിരുന്നതാണല്ലോ. തീർച്ചയായും ആ പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ഇത് സൂറത്ത് യാസീൻ എന്ന അധ്യായത്തിൽ ഉള്ളൊരു സൂക്തമാണ്. അതിൻ്റെ അർത്ഥമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനം കൂടാതെ സ്വേച്ഛകളെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണ് എന്ന് 28-ാം അധ്യായം 50-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്. അൽ കഹ്ഫ് എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്വേച്ഛയെ പിൻപറ്റി ജീവിക്കുന്നതിലൂടെ ദൈവസ്മരണയിൽ നിന്ന് അശ്രദ്ധമായി ജീവിക്കുന്നവരെ നീ ഒരിക്കലും അനുസരിക്കരുത്, അവർക്ക് വഴിപ്പെട്ടു പോകരുത്. അവർ സ്വന്തം സ്വയം തന്നെ അവർ വഴിവഴിച്ച് പോകുന്നവരാണ്. പ്രവാചകൻ നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ആകാശത്തിന് താഴെ സാക്ഷാൽ ദൈവത്തെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ അഥവാ സ്വേച്ഛക്കനുസൃതമായി ജീവിക്കുക എന്നതാണ്. സ്വേച്ഛാനുസൃതം ജീവിക്കുന്നവരെ ഉത്ബോധിപ്പിക്കുകയും നേർവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യാമെന്നതല്ലാതെ അവരെ നിർബന്ധിച്ച് സന്മാർഗത്തിലാക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് പരലോകത്ത് സ്വർഗം നേടിക്കൊടുക്കാനോ ഒരാൾക്കും കഴിയില്ല. പ്രവാചകന് പോലും ആ ഒരു ഉത്തരവാദിത്തമില്ല. അങ്ങനെ ഈ സ്വേച്ഛക്കടിപ്പെട്ട് ജീവിക്കുന്നവർ, അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് നന്മയും തിന്മയും നല്ലതും മോശവുമായ കാര്യങ്ങളെ തിരിച്ചറിയാനും അതിനനുസൃതമായിട്ട് ജീവിക്കാനും അവർക്ക് കഴിയില്ല. അതിനാൽ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുകൂടി ഉണർത്തുകയാണ് ഈ സൂക്തങ്ങളിൽ.